ശരി, ഡോക്ടർ അജിത് കുമാർ, താങ്കൾക്ക് അങ്ങനെ ഇത് കേരളത്തിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ കേരളത്തിന് ആനുപാതികമായി കിട്ടേണ്ടത് കിട്ടിയെന്ന ഫീലിംഗ് ഉണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഞാൻ സാമ്പത്തികമായിട്ട് സംസാരിക്കുന്നുള്ളൂ, എനിക്ക് രാഷ്ട്രീയമായിട്ട് എനിക്ക് സംസാരിക്കാൻ സാധ്യമല്ല. നമ്മളിപ്പോൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വളരെ ഉയർന്ന തരത്തിലാണ് നമ്മുടെ GST കളക്ഷൻ. ഈ GST കളക്ഷനിൽ നല്ലൊരു പങ്ക് വരുന്നത് കേരളത്തിൽ നിന്നാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഫിനാൻസ് മിനിസ്റ്റർ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തു. അന്ന് ആ പോയിന്റും അത് റേസ് ചെയ്തപ്പോൾ പറഞ്ഞു, GST കളക്ഷൻ കൂടിയതുകൊണ്ട് കേരളത്തിന് കൂടുതൽ പദ്ധതികളല്ല, പക്ഷേ ഇത്രയധികം പൊട്ടൻഷ്യൽ കേരളം കാണിക്കുമ്പോൾ ഇതുപോലെ എന്തെങ്കിലും ഒരു നല്ലൊരു പദ്ധതി കേരളത്തിന് കൊടുക്കേണ്ടതല്ലേ എന്ന് ആരും ചിന്തിച്ചു പോകും. അതാണ് ഒന്നാമതൊരു പോയിന്റ്. മാത്രമല്ല കേരളം മാത്രമല്ല, ഞാൻ ബഡ്ജറ്റ് എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് കണ്ടാൽ സൗത്ത് ഇന്ത്യയിൽ ആന്ധ്ര മാത്രമേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ളൂ, മറ്റൊന്നും സ്റ്റേറ്റ്സ് ഇല്ല. കർണാടകയെ പറ്റി എന്താ എഴുതിയിട്ടുണ്ട്? തമിഴ്നാടിനെ പറ്റി സംസാരിച്ചിട്ടുണ്ടോ? കേരളത്തിനെ കുറിച്ച് ഒന്നുമില്ല. ഈ 3 സംസ്ഥാനങ്ങളെയും ടോട്ടലി ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. അതും കൂടി നോക്കണം. ഇത് ആകെ ഒരു ആന്ധ്ര മാത്രമുണ്ട്. സൗത്തിൽ ഇപ്പോൾ ആന്ധ്ര മാത്രമേ ഒരു സ്റ്റേറ്റ് ആയിട്ടുള്ളൂ. പണ്ടൊക്കെ ഞങ്ങൾ നോർത്തിൽ പോയാൽ ചോദിക്കുന്നൊരു ചോദ്യമാണ്, വേർ ആർ യു ഫ്രോം? ഞാൻ കേരളത്തിൽ നിന്നാണ്. മദ്രാസി ഹൈ എന്നായിരുന്നു അടുത്ത ചോദ്യം. അപ്പോൾ ഇന്ന് മദ്രാസി ഹൈ അല്ല, ഇനിയിപ്പോൾ എന്നോട് ചോദിക്കും, എനിക്ക് എല്ലാവരും ചോദിക്കും ആന്ധ്ര ഹി ഹൈ ആയി. ആ ഒരു ലെവലിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ആ ഒരു കാര്യമാണ്. പിന്നെ ബഹുമാനപ്പെട്ട സന്ദീപ് വാര്യർ ഒരു കാര്യം പറഞ്ഞു, ഗുജറാത്തിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ, മറ്റ് സംസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞില്ല എന്നുള്ളതല്ല, എന്തുകൊണ്ട് ആന്ധ്രയെക്കുറിച്ചും ബീഹാറിനെ കുറിച്ചും കൂടുതൽ പറഞ്ഞു, അതാണ് പോയിന്റ്. ഇപ്പം നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ, വളരെ കഷ്ടപ്പെട്ട 7 സിക്ക് സിസ്റ്റേഴ്സ് എന്നാണ് നമ്മൾ വിളിക്കുക. അവരെ തൊട്ടിട്ടില്ലല്ലോ. അവർക്കെന്തെങ്കിലും ഒരു സ്കീം ഉണ്ടാകുമായിരുന്നില്ലേ? അവർക്കിപ്പോൾ സാധാരണയുള്ള ഒരു സ്കീമൊന്ന് കണ്ടിന്യൂ ചെയ്യാന്നല്ലാതെ ഒരു പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് എന്താണ്, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സിന് കൊടുത്തിരിക്കുന്നത് എന്താണെന്നറിയോ? 100 more പോസ്റ്റ് ഓഫീസ് ബാങ്ക്സ്, അതായത് സ്മോൾ ഇന്ത്യ പോസ്റ്റ് ബാങ്ക്സ് അവിടെ തുടങ്ങുന്നത്. ഈ ഇന്ത്യ പോസ്റ്റ് ബാങ്ക്സ് അവിടെ തുടങ്ങിയിട്ട് എന്ത് ഡെവലപ്മെൻറ്റാണ് നോർത്ത് ഈസ്റ്റിൽ വരുത്താൻ പോണത്? അപ്പോൾ ഒരുതരം ഒരു കളിയാക്കൽ പോലെയാണ് എനിക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിയിരിക്കുന്നത് ബഡ്ജറ്റ്. ഇങ്ങനെ ഒരു നാട്ടുകാരെ കളിയാക്കരുത്. ഒരു എന്താ പറയുക, 2047 എന്നുള്ള ഒരു ടാർഗറ്റ് വെച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു കാര്യം വെറുക്കരുത് എന്നും നമ്മൾ പറയാറുണ്ട്. ഷോർട്ട് റൺ ലോങ് റൺ ഇമ്പോർട്ടൻ്റ് ആണ്, പക്ഷേ ഷോർട്ട് റൺ ഇഗ്നോർ ചെയ്ത് നമ്മുടെ കെയ്ൻസ് എന്നും പറയാം, ഇൻ ദ ലോങ് റൺ വി ആർ ഓൾ ഡെഡ് എന്നാണ് പറയാറ്. അപ്പോൾ എന്തോ പറഞ്ഞാൽ ഷോർട്ട് റണ്ണിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, ഷോർട്ട് റണ്ണിനല്ല. അറ്റ്ലീസ്റ്റ് ഇതങ്ങനെയല്ല, ഷോർട്ട് ടേമിന് യാതൊരു ഇമ്പോർട്ടൻസും ഇല്ല. ലോങ് റൺ പ്രോജക്ട്സ് ഉണ്ട്, ലോങ് റൺ പ്രോജക്ട്സ് ഇല്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കാരണം ഒരു സാമ്പത്തിക വിദ്യാർത്ഥി എന്ന നിലയിൽ ഞാൻ ഒരിക്കലും ഇവിടെ ലോങ് റൺ പ്രോജക്ട്സ് ഇല്ല എന്ന് പറഞ്ഞു. ലോങ് റൺ പ്രോജക്ട്സ് ഉണ്ട്. എല്ലാം ഒരു 4 വർഷം 5 വർഷം എടുക്കും ഇവയൊക്കെ ശരിക്കും ഫ്രൂട്ടിഫൈ ചെയ്യാനായിട്ട്. ഇപ്പോഴത്തെ ആൾക്കാരുടെ സ്ഥിതി എന്താണ്? വാട്ട് ആർ യു ഗോയിങ് ടു ഡു ഫോർ ദ പ്രസൻറ്റ് ജനറേഷൻ? ഇപ്പോഴുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നില്ലേ? ഫ്യൂച്ചറിന് വേണ്ടി പ്രസൻറ്റ് നമുക്ക് സാക്രിഫൈസ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലുമില്ല. അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. ഈ ഫ്യൂച്ചറിസ്റ്റിക് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് അല്ല എന്ന് ഞാൻ ഒരിക്കലും ഡിനൈ ചെയ്യുന്നില്ല. ഈ ബജറ്റ് ഫ്യൂച്ചറിസ്റ്റിക് തന്നെയാണ്, യാതൊരു സംശയമില്ല. പക്ഷേ ഫ്യൂച്ചറിസ്റ്റിക് ഒരു അബ്സല്യൂട്ട് ഫ്യൂച്ചറിസ്റ്റിക് ആയിപ്പോയി. അപ്പോൾ എന്താ പറയുക, അപ്പോഴാണ് നമ്മൾക്ക് ഇങ്ങനത്തെ ക്രിറ്റിസം വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ക്രിറ്റിസം വരുമ്പോൾ പലപ്പോഴും ഇതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നതും അതുകൊണ്ട് തന്നെയാണ്. ആ ഒരു വിധത്തിലാണ് ഒരു സാമ്പത്തിക ഒരു പോയിന്റ് ഓഫ് വ്യൂ ഞാൻ നോക്കിയാൽ ആ ഒരു മാക്രോ എക്കണോമിക്സിന് വളരെയധികം ഇമ്പോർട്ടൻസ്, എന്നാൽ മൈക്രോ വേരിയബിൾസുള്ള അവർക്ക് യാതൊരു പ്രാധാന്യം അങ്ങനെയുള്ള പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് എന്നുള്ളൊരു കാര്യം കൂടിയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്.